ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കറിയൊന്നും ഉണ്ടാക്കേണ്ട, ഇതുപോലെ തന്നെ കഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഉണ്ടാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലെ ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു പലഹാരം നമ്മൾ സേമിയ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാലിലാണ് സേമിയ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ റോസ്റ്റഡ് സേമിയാണ് എടുത്തിട്ടുള്ളത്, 1/2 കപ്പാണ്. ഇത് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്തിട്ട് നല്ലപോലെ സേമിയ സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ ഒരു പഴം നെയ്യിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നെയ്യിൽ വഴറ്റിയെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സേമിയയും പഴവും വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരം കഴിക്കാൻ. അപ്പോൾ പഴം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു കൂട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മുട്ടയൊന്ന് കലക്കിയെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയ പഴം ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അപ്പത്തിലേക്കുള്ള ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനായിട്ട് കുഴിയുള്ള പാനാണ് കേട്ടോ എടുക്കേണ്ടത്. അതിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ചൂടായി വരുമ്പോൾ നമുക്കൊരു തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് മറുഭാഗവും വേവിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കനത്തിലുള്ള അപ്പമാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്, കലത്തപ്പൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പോലെ. അപ്പോൾ ഇതാ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. സേമിയയും പഴവും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ടും കൂടി ചേർന്നാൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ മുട്ടയുടെ ഫ്ലേവർ അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അധികം മുട്ടയുടെ ഫ്ലേവറൊന്നും ഇതിലുണ്ടാവില്ല. പഴത്തിൻ്റെയും സേമിയയുടെയും ഒരു ടേസ്റ്റാണ് വരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക്